എസ് മി സൈമൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഒരു റൈഡിന് വന്നു, നല്ലൊരു ആംബിയൻസ് കിട്ടിയപ്പോൾ ഒരു വീഡിയോ ചെയ്തൊക്കെ വന്നു. നമ്മുടെ വീഡിയോകളെല്ലാം അങ്ങനെയാണല്ലോ, ഒരു ഒഫീഷ്യൽ മൂഡിൽ നിന്ന് മാറിക്കൊണ്ട് ഇതിപ്പോൾ എവിടെയാണെന്നറിയാമോ? ഇത് കുമരകം ബേർഡ് സാങ്ച്വറിയാണ്. ഇതിലൊരു റൈഡിന് വന്നതാണ്. തോന്നിയാലും ഒരു രസമാണല്ലോ നമ്മുടെ വ്യൂവേഴ്സിന് കുമരകം ബേർഡ് സാങ്ച്വറി ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതിൽ കയറി ഇറങ്ങി നടന്ന് കാഴ്ചകൾ കാണാം, എൻജോയ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ടിക്കറ്റ് എടുത്ത് കയറുന്നില്ല, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതാണ്. ഓക്കെ, ഇന്നിപ്പം രാവിലെ തിരക്കായിരുന്നു. തിരക്ക് കഴിഞ്ഞപ്പം ഒന്ന് റൈഡിന് പോകണം. അപ്പോൾ അങ്ങനെ റൈഡിന് ഇറങ്ങിയതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എപ്പോഴും ഇങ്ങനെ കളർഫുള്ളാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ വെറുതെ സമയം കഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരുമ്പം അത് ലൈഫിനെ വല്ലാതെ പുറകോട്ടടിപ്പിക്കും. അങ്ങനെ വരാതിരിക്കാം. അപ്പോൾ എല്ലാവർക്കും തന്നെ എപ്പോഴും എല്ലാവരും ഫുൾ ടൈം ഇതാകണമെന്നില്ല, എൻഗേജ്ഡ് ആയിരിക്കണമെന്നില്ല. ഫ്രീ ടൈം വരുമ്പോൾ നമുക്ക് പാട്ട് പാടാം, കവിത എഴുതാം, അതൊക്കെ ശരിയാണ്. അപ്പോൾ എനിക്കിന്ന് അങ്ങനെ തോന്നി ഒരു യാത്ര പോകണം, ചുമ്മാ ഒരു കാഷ്വൽ യാത്ര പെട്ടെന്ന്. അപ്പോൾ നിയറസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണല്ലോ നമ്മുടെ കുമരകം. അവിടേക്ക് പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ ഓരോരോ കാഴ്ചപ്പാടുകളാണല്ലോ ഓരോന്നിനെ നയിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതിവേഗത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടറിയുന്നവന് മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. വളരെ സ്പീഡിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കൺസർവേറ്റീവ് രീതികളെല്ലാം മാറി. ഇപ്പോൾ പഴയ കോഫി ഷോപ്പിലൊക്കെ ആളുകൾ കയറുന്നുള്ളതെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ കുറവാണ്. പുതിയ പുതിയ ഭക്ഷണക്രമങ്ങളും പുതിയ പുതിയ രീതികളും ഒക്കെയാണ് അവരെ ആകർഷിക്കുന്നത്. യൂത്തിനെ എല്ലാവരും അങ്ങനെ താല്പര്യപ്പെടുന്നു. ഇപ്പോൾ യാത്ര പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, എല്ലാവർക്കും എല്ലാം നല്ല വൃത്തിയുള്ളതായിരിക്കണം സ്ഥാപനം. അവിടെ നല്ല ഒരു ആംബിയൻസ് വേണം, നല്ല ഭക്ഷണം വേണം, നല്ല ടോയ്ലറ്റ്, ഇതെല്ലാം ഒരു കർശനമായിട്ട് പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ആളുകൾ അതനുസരിച്ച് മാറാനും തുടങ്ങി. ഡിമാൻഡ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റങ്ങൾ വരുള്ളൂ. അപ്പോൾ അവർക്ക് ഡിമാൻഡുണ്ട്, അപ്പോൾ അവരതനുസരിച്ച് മാറുകയാണ്. അപ്പോൾ ഏതൊരു രംഗത്തും ഇത് പ്രതിഫലിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു വിദ്യാർത്ഥിയാകട്ടെ, ഒരു യുവാവാകട്ടെ, ഒരു ഗവൺമെൻറ് ഓഫീസറാകട്ടെ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിസ്റ്റ് ആകട്ടെ, ബിസിനസ്മാൻ ആകട്ടെ, കാലത്തിനൊത്തിരി മാറിയെങ്കിൽ മാത്രമേ അവന് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ തന്നെ പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിൽ തന്നെ സ്ട്രെസ്സ് അവർ കൺസർവേറ്റീവ് രീതിയിൽ മാറിക്കൊണ്ട് മോഡേൺ രീതിയിലേക്ക് വരണം. പബ്ലിക്കിനെ ഫേസ് ചെയ്യുമ്പം പബ്ലിക്കിൻ്റെ ആ ഒരു ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ അവനെ ഒട്ടും അലോസരപ്പെടുത്താതെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണം. അതല്ല എങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അതായത് ഉദാഹരണം പറഞ്ഞാൽ, തിരക്ക് കയറി എല്ലാവർക്കും സമയമില്ല. അപ്പോൾ നമ്മൾ SI വരട്ടെ, അല്ലെ CI വരട്ടെ, അല്ലെ SHO വരട്ടെ, അവിടെ നിൽക്കുക. അർദ്ധ കമാൻഡിലാണ് പറയുന്നത്, പോകാൻ പറ്റും. എത്ര കഷ്ടമാണ്. അപ്പോൾ 2 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂർ അയാളവിടെ കഴിഞ്ഞ ദിവസം അനുഭവമുണ്ട്. എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, SHO വരണം, അവൻ്റെ വണ്ടി റിലീസ് ചെയ്യണമെങ്കിൽ. അവൻ വാദിഭാഗം വണ്ടിയാണ്, പ്രതിയല്ല എന്ന്. ഞാൻ അവിടെ അടുത്തുള്ളതുകൊണ്ട് ഞാൻ ആ സ്റ്റേഷനിലേക്ക് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചവൻ പറഞ്ഞു, SHO റെസ്റ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്, അവിടുന്ന് തിരിച്ചു വരാനായിട്ട് 3 മണിക്കൂർ എടുക്കുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് സ്റ്റേഷൻ വാതിൽക്ക് ഇരിക്കുകയാണ്. 3 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന ഓഫീസർക്ക് വേണ്ടിയാണ് ഒരു റെസ്പോൺസിബിൾ ബിസിനസ്മാൻ വെയിറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? അതിനകത്ത് ആ ഒരു എന്താ അതിന് പറയുക. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ മറ്റൊരു ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്തു. അയാൾ ഈ SHO വിളിച്ചു, SHO നേരെ സ്റ്റേഷനെ വിളിച്ചു, കാര്യങ്ങൾ പെട്ടെന്ന് ക്രമീകരിച്ചു കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് ശരിയാണോ? ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? നമ്മൾ സ്പീഡിൽ പോകേണ്ട കാര്യങ്ങൾ, അല്ലെ ഒരാളെ ഒരു പീഡിപ്പിക്കുന്ന രീതിയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയാണോ? അതിപ്പം പോലീസ് സ്റ്റേഷനായാലും കൊള്ളാം, ഗവൺമെൻറ് ഓഫീസ്, എല്ലാവരും തിരക്കുള്ളവരാണ്, സമൂഹത്തിൽ വലിയ വലിയ ഉത്തരവാദിത്തമുള്ളവരാണ്. ശരിക്കും ഒരു ഡെയിലി ഒരു ദിവസക്കൂലിക്കാരനാണെങ്കിൽ പോലും അവനെ എൻഗേജ് ചെയ്തൊരു ആളുണ്ട്, അവൻ്റെ പണികൾ ചെയ്യണ്ടേ. അപ്പോൾ അത്തരത്തിൽ കാര്യത്തിന് അനുസരിച്ച് നമ്മൾ മാറണം. അപ്പം അതനുസരിച്ച് ഉയരണം, അല്ലേ? അതാണ് വേണ്ടത്. അപ്പം നമ്മൾ എല്ലാവരും തന്നെ നമ്മൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ്റെ സമയം ക്രമീകരിക്കണം, അതനുസരിച്ച് പോകണം. ടീച്ചറാണെങ്കിലും വേണം,
അതുപോലെ ബിസിനസ്, സമൂഹത്തിലാകെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഓരോ നിരീക്ഷണങ്ങളിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ ഒരു വലിയ പുസ്തകത്തിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമല്ല ഇത്. ഞാൻ ഒരു 35 വർഷം ഒരു സർവീസിൻ്റെ ഭാഗമായിരുന്നൊരു ഓഫീസറാണ്. അവിടെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, അവിടെ നമ്മൾ നടപ്പാക്കാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മളത് പിന്തുടരുകയാണ്. എല്ലാ സ്പീഡിൽ ഈ കാര്യങ്ങൾ നടക്കണം, ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അന്നും എനിക്കുണ്ടായിരുന്നത്. കാരണം സമയം വളരെ പ്രഷ്യസാണ്, മോർ വാല്യുബിളാണ് അല്ലേ? ഓക്കെ, എല്ലാവരും തന്നെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചാൽ ഈ നാട് ഒരു സുന്ദര സുരഭില നാടായി മാറത്തുള്ളൂ, ഒരു ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് മാറത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിശ്രമിക്കാം, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാം, ഒഴിഞ്ഞു മാറാതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ഫാൻറ്റാസ്റ്റിക് ഡേ, പ്രൈസ് അവർ ലോർഡ്.